കൈക്കൂലി കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരായ തെളിവുകൾ കണ്ടെത്തി വിജിലൻസ്. പ്രതി രഞ്ജിത്ത് വാര്യരുമായി ശേഖർ കുമാർ നടത്തിയ സംഭാഷണം കണ്ടെടുത്തു. പ്രത്യേക ആപ്പ് ഉപയോഗിച്ചായിരുന്നു ഇരുവരും തമ്മിലുള്ള സംഭാഷണം. ശേഖർ കുമാറിന് അന്വേഷണ സംഘം ഉടൻ നോട്ടീസ് അയക്കും. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഈ ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണ്, അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതായിരുന്നല്ലോ ശേഖർ കുമാറിന്റെ ആരോപണം ജാമ്യ ഹർജിയിൽ. ഇപ്പോൾ തെളിവുകൾ ഒന്നൊന്നായി വിജിലൻസ് കണ്ടെത്തുകയാണോ? അനുജ, വിജിലൻസ് വലിയ കോൺഫിഡൻസിലായിരുന്നു. കാരണം ഈ ആരോപണങ്ങളൊക്കെ തള്ളുമ്പോൾ, ശേഖർ കുമാർ തള്ളുമ്പോഴും ഞങ്ങളുടെ പക്കൽ തെളിവുണ്ട് എന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ നേരത്തെ പിടിയിലായ വിൽസന്റെയും രഞ്ജിത്ത് വാര്യരുടെയൊക്കെ മഹേഷിൻ്റെയൊക്കെ മൊബൈൽ ഫോണുകൾ, അവരുടെ ഗാഡ്ജറ്റ്സുകളൊക്കെ വിജിലൻസ് കസ്റ്റഡിയിലെടുക്കുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ രഞ്ജിത്ത് വാര്യരും ഈ ശേഖർ കുമാറും തമ്മിൽ നടത്തിയിട്ടുള്ള സംഭാഷണത്തിൻ്റെ വിവരങ്ങൾ ഈ വിജിലൻസിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ ചില നിർണായകമായ കാര്യങ്ങളുണ്ട് എന്നാണ് വിജിലൻസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആ പ്രത്യേക ആപ്പ് ഉപയോഗിച്ചാണ് ഇവർ ഇത്തരത്തിൽ സംഭാഷണം നടത്തിയിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ശേഖർ കുമാറിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ 2 ആഴ്ചക്കുള്ളിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണമെന്നും പറഞ്ഞിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് വിജിലൻസ്. ഉടൻ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യവസായിയിൽ നിന്ന് ഇ ഡി കേസ് ഒതുക്കാൻ 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന കേസിലാണ് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെ പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തത്. അതിൽ ആ കേസിനപ്പുറത്തേക്ക് ഏറെക്കുറെ മുന്നോട്ട് പോകാൻ വിജിലൻസിനായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലത്തെ അപ്ഡേറ്റ്സുകൾ സൂചിപ്പിക്കുന്നത്. അനുജ, ശേഖർ കുമാറിനെതിരായ തെളിവുകളാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിയുമായി നടത്തുന്ന സംഭാഷണം കണ്ടെടുത്തിരിക്കുന്നു.